നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ഓണത്തിന് ചെയ്യേണ്ട പ്രത്യേക ഉപാസനാ രീതികളെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്തു വന്നിരുന്നത്. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പാലിച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കും. വരുന്ന ഒരു വർഷക്കാലം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും. അത്തം മുതൽ മൂലം വരെയുള്ള 7 ദിവസത്തെ പ്രത്യേക ഉപാസനാ രീതികൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. നമുക്കിനി 8ാം ദിനം, അതായത് പൂരാട നക്ഷത്ര ദിവസത്തിലെ ഉപാസനാ രീതികൾ കൂടി പരിചയപ്പെടാം. അന്നേ ദിവസം 13/9/2024 വെള്ളിയാഴ്ച ദിവസമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശക്തിയുക്തം വഴിപാടുകളെ നടത്തുന്നതും ഒക്കെ വിശേഷമാണ്. ആ ദിവസത്തിന്റെ ഗുണത്തിനായിട്ട് നമുക്ക് ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. അന്ന് ഗണപതി ഹോമം നടത്തുന്നതും ഗണപതിയുടെ മന്ത്രത്തെ ചൊല്ലുന്നതും വിശേഷമാണ്. നമുക്ക് അതിനായിട്ട് ഒരു ഗണപതി മന്ത്രത്തെ അന്നേ ദിവസം പ്രത്യേകമായിട്ട് ചൊല്ലാവുന്ന ഒരു മന്ത്രത്തെ പരിചയപ്പെടാം. അജം നിർവികൽപ്പം നിരാകാരമേകം നിരാതംഗമദ്വൈതം ആനന്ദപൂർണം പരം നിർഗുണം നിർവിശേഷം നിരീഹം പരം ബ്രഹ്മരൂപം ഗണേശം ഭജാമി എന്നാണ്. ഇതും ശങ്കരാചാര്യ കൃതിയാണ്. ഈ മന്ത്രത്തെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുക. അതിവിശേഷമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. ചാരനിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് അന്ന് ഏറ്റവും വിശേഷമായിട്ടുള്ളത്. പ്രതികൂല നിറം ചുവപ്പ് നിറമാണ്. അന്ന് വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ശുക്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതിവിശേഷമാണ്. നമുക്കൊരു ശുക്ര മന്ത്രത്തെ കൂടി പരിചയപ്പെടാം. ദൈത്യമന്ത്രി വിശാലാക്ഷ പ്രാണദശ മഹാമതിഹി പ്രഭുസ്താര ഗ്രഹാണാം ച പീഡാം ഹരതുമേ ഭൃഗുഹു എന്നാണ്. സൂര്യോദയം മുതൽ 1 മണിക്കൂറിനുള്ളിൽ ഈ മന്ത്രത്തെ ചൊല്ലുക അതിവിശേഷമാണ്. വ്യാഴാഴ്ച ദിവസം ചെയ്തതുപോലെ തന്നെ കടുകെണ്ണ ഒരു കുപ്പിയിലോ ചെറിയ പാത്രത്തിലോ നിറച്ച് അടുക്കളയിൽ വെക്കുക. കടുകെണ്ണയ്ക്ക് പകരം കടുകെണ്ണ ലഭിക്കുന്നില്ല എങ്കിൽ മറ്റ് ഏതെങ്കിലും നല്ലെണ്ണയോ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ വെക്കാവുന്നതാണ്. അതല്ല എങ്കിൽ കടുക് വെക്കുന്നതും ഉചിതമാണ്. വ്യാഴാഴ്ച വെച്ച എണ്ണ മാറ്റിയതിനു ശേഷം പുതിയ എണ്ണയാണ് വെള്ളിയാഴ്ച ദിവസം വെക്കേണ്ടത്, അതായത് 8ാമത്തെ ദിവസം വെക്കേണ്ടത്. ഇനി നമുക്ക് 9ാമത്തെ ദിവസം ചെയ്യേണ്ട ഉപാസനാ കർമ്മങ്ങളെ നോക്കാം. 9ാം ദിവസം ശനിയാഴ്ചയാണ്. 14/9/2024 അന്ന് ഉത്രാടമാണ് നക്ഷത്രം. ധർമ്മശാസ്താവിനെ പ്രീതിപ്പെടുത്തുക, ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, എള്ളുപായസം നീരാഞ്ജനം എന്നീ വഴിപാടുകളെ നടത്തുക. ധർമ്മശാസ്താവിന്റെ ഒരു മന്ത്രം ആദ്യത്തെ കാലഹോരയിൽ, അതായത് സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. നമുക്ക് അത്തരത്തിലൊരു മന്ത്രത്തെ പരിചയപ്പെടാം. അഖില ഭുവന ദീപം ഭക്ത ചിത്താബ്ദസൂനും സുരമുനി ഗണസേവ്യം തത്വമസ്യാദി ലക്ഷ്യം ഹരിഹര സുതമീശം താരക ബ്രഹ്മരൂപം ശബരിഗിരിനിവാസം ഭാവേ പാണ്ഡ്യദാസം. ഈ മന്ത്രം ഇപ്രകാരം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. അന്നത്തെ ദിവസം കറുപ്പ് നിറവും കടുനീല നിറവും ഒക്കെ വസ്ത്രമായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. എന്നാൽ ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ അന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടതാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ശനിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷമാണ്. നമുക്ക് അതിനായിട്ട് ഒരു മന്ത്രത്തെ പരിചയപ്പെടാം. സൂര്യപുത്രോ ദീർഘദേഹ വിശാലാക്ഷ ശിവപ്രിയ മന്ദചാര പ്രസന്നാത്മാ പീഡാം ഹരതുമേ ശനിഹി എന്നാണ്. ഈ മന്ത്രത്തെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ പ്രഭാതത്തിൽ ജപിക്കുക. അന്നത്തെ ദിവസം ഗ്രഹത്തിലെയും വ്യക്തിയുടെയും നെഗറ്റീവ് ഊർജത്തെ എല്ലാം ഇല്ലാതാക്കാനും അനുകൂല ഊർജം നിറയ്ക്കാനുമായിട്ട് ചെയ്യേണ്ട പൊടിക്കൈ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. 1 പിടി ചോറ് വറ്റിച്ചെടുക്കുക. പച്ചരിയാണെങ്കിൽ ഉത്തമം. അതിൽ അല്പം കറുത്ത എള്ള്, നെയ്യ്, അല്പം പഞ്ചസാര എന്നിവ ചേർത്തുകൊണ്ട് കാക്കയ്ക്ക് നൽകുക. കാക്ക അത് സ്വീകരിക്കാത്ത പക്ഷം ഒഴുകുന്ന ജലത്തിലെ മത്സ്യങ്ങൾക്കായിട്ട് അത് സമർപ്പിക്കാവുന്നതാണ്. അതിനും സാധിക്കാത്തവർ അരയാലിന് 11 പ്രദക്ഷിണം ചെയ്യുക. ഇനി നമുക്ക് 10ാം ദിവസം ചെയ്യേണ്ട കാര്യത്തെ കൂടി നോക്കാം. അതായത് തിരുവോണ ദിവസം. തിരുവോണ ദിവസം എല്ലാവരും തിരക്കായിരിക്കും. എന്നിരുന്നാലും ആധ്യാത്മിക കാര്യങ്ങൾ മുടങ്ങാതിരിക്കുക. അതിന്റെ ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കും. ശ്രീനാരായണ ഗുരു ആധ്യാത്മിക കാര്യങ്ങളെ ആചരിക്കാത്തവരെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങൾ പാലിക്കാത്ത വ്യക്തികളെ അന്നം നൽകുമ്പോൾ ഉപ്പ് ചേർക്കാതെ നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഉപ്പ് ചേർക്കാതെ എപ്രകാരമാണോ ചോറ് കഴിക്കുക അതിന് എത്രമാത്രം സ്വാദ് നമുക്ക് ലഭിക്കും എന്നുള്ള രീതിയിലാണ് ആധ്യാത്മികമായിട്ട് ചിന്തകളില്ലാത്ത, ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകാത്ത ഒരു വ്യക്തിക്ക് എത്രയൊക്കെ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായാലും അതിന് സ്വാദ് ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിമഹത്തായ ഒരു സന്ദേശമാണ്. ആധ്യാത്മിക കാര്യങ്ങളില്ലാതെ നിങ്ങളുടെ കയ്യിൽ നല്ല പണമുണ്ട്, നല്ല സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിലും ആധ്യാത്മിക കാര്യങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കി കളയാമെന്ന് കരുതുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ ഭൗതിക നേട്ടങ്ങളുടെ മൂല്യങ്ങളെ ശരിയായി
ശരിയായിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഏവരും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കുക. ഓണം ആഘോഷിക്കുമ്പോഴും ആധ്യാത്മിക മൂല്യങ്ങൾ കൈവിടാതിരുന്നു കഴിഞ്ഞാൽ ഐശ്വര്യം നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ഈ ദിവസങ്ങളിലുള്ള ചെയ്യേണ്ടതായിട്ടുള്ള ഉപാസനാ രീതികളുടെ പ്രത്യേകത, ഗുണം. നമുക്കിനി തിരുവോണം നക്ഷത്ര ദിവസം, അതായത് ഓണത്തിന്റെ 10ാം ദിവസം തിരുവോണം ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ ഒന്ന് പരിചയപ്പെടാം. അന്ന് 15/9/2024 ഞായറാഴ്ച ദിവസമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തും, ശംഖാഭിഷേകം നടത്തുന്നതും ഒക്കെ നല്ലതാണ്. കൂടാതെ പുറവി വിളക്ക് കത്തിക്കുക, കൂവളത്തിലെ മാല സമർപ്പിക്കുക, ധാര നടത്തുക എന്നിവയും നല്ലതാണ്. ശിവഭഗവാന്റെ ഒരു മന്ത്രത്തെ പ്രഭാതത്തിൽ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. നമുക്കൊരു മന്ത്രത്തെ പരിചയപ്പെടാം. മഹേശം സുരേശം സുരാരാതിനാശം വിഭും വിശ്വനാഥം വിഭൂത്യംഗഭൂഷം വിരൂപാക്ഷം ഇന്ദർക്ക വഹ്നി ത്രിനേത്രം സദാനന്ദ വീടേ പ്രഭും പഞ്ചവക്ത്രം. ഈ മന്ത്രത്തെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുക. ഞായറാഴ്ച ദിവസം ധരിക്കുവാൻ ഏറ്റവും ഉത്തമം ചുവപ്പ് നിറം, കാഷായ നിറം, ഓറഞ്ച് നിറം എന്നീ നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങളാണ്. പ്രതികൂല നിറങ്ങൾ കറുപ്പും നീലയും നിറങ്ങളാണ്. അന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ സൂര്യമന്ത്രത്തെ ആദ്യത്തെ കാലഹോരയിൽ ജപിക്കുന്നതും അതിവിശേഷ ഫലത്തെ നൽകും. ഇനി അതിനായിട്ട് നമുക്ക് ഒരു സൂര്യമന്ത്രത്തെ, സൂര്യ ഗായത്രി മന്ത്രത്തെ ജപിക്കാം. ഓം ഭാസ്കരായ വിദ്മഹേ മഹാദ്യുതികരായ ധീമഹി തന്നോ ആദിത്യ പ്രചോദയാത്. ഈ ആദിത്യ ഗായത്രി മന്ത്രത്തെയും പ്രഭാതത്തിൽ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ജപിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. ഇനി നമുക്ക് ഗ്രഹത്തിലെയും വ്യക്തിയുടെയും പ്രതികൂല ഊർജത്തെ ഇല്ലാതാക്കി അനുകൂല ഊർജം നിറയ്ക്കുവാനായിട്ട് ചെയ്യേണ്ട ഒരു ഉപായം കൂടി ഒന്ന് പരിശോധിക്കാം. ഒരു ചുവന്ന തുണി എടുക്കുക, ഒരു ചെമ്പ് നാണയം അല്ലെങ്കിൽ ചെമ്പിന്റെ എന്തെങ്കിലും ഒരു വസ്തു ആ തുണിയിൽ പൊതിഞ്ഞു കെട്ടി നമ്മുടെ പേഴ്സിലോ അതല്ല എങ്കിൽ പണപ്പെട്ടിയിലോ പോക്കറ്റിലോ ഒക്കെ സൂക്ഷിക്കുക. അതിനുശേഷം പിറ്റേ ദിവസം അത് വെള്ളത്തിലിട്ട് അഴിച്ചു മാറ്റാവുന്നതാണ്. ഒരു ബക്കറ്റിലോ മഗ്ഗിലോ വെള്ളം എടുത്ത് അതിനകത്ത് ഇട്ടതിന് ശേഷം അത് പിറ്റേ ദിവസം അഴിച്ചു മാറ്റാം. ഓണം എന്നത് അത്തം മുതൽ 10 ദിവസമാണ് പ്രധാനമായി ആചരിക്കുക. 1ാം ഓണം എന്നത് ഉത്രാടമാണ്, തിരുവോണം എന്നത് 2ാം ഓണമാണ്. എന്നിരുന്നാലും തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിനായിട്ട് ശ്രമിക്കുന്ന പക്ഷം അവർക്ക് തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഒരു വർഷക്കാലം ഉണ്ടാകും. അതിനായിട്ട് ചില ഉപാസനകൾ ചെയ്യുക. ആഘോഷം മാത്രമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനായിട്ട് ചെയ്യേണ്ട ഉപാസനാ രീതികളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഈ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചും കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.